ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ CSCB റാങ്ക് മേക്കർ. എല്ലാവർക്കും എക്സാം വളരെ എളുപ്പമായിരുന്നു എന്നറിഞ്ഞതിലും ഈ ചാനൽ ഉപകാരപ്രദമായി എന്നറിഞ്ഞതിലും ഒരുപാട് സന്തോഷമുണ്ട്. കൂടുതൽ പേർക്കും GK ആയിരുന്നു ബുദ്ധിമുട്ടായിരുന്നത്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കുറച്ച് GK ആണ്. PSCയുടെ എക്സാമിനും CSCBയുടെ എക്സാമിനുമൊക്കെ ചോദിച്ചിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള GK ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഒരു തീർത്ഥാടനമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച അദ്ദേഹത്തിൻ്റെ കേരള സന്ദർശനം 1937 അവസാന സന്ദർശനം. ഒരു തീർത്ഥാടനമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച അദ്ദേഹത്തിൻ്റെ കേരള സന്ദർശനം 1937 അവസാന സന്ദർശനം. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം 1936 നവംബർ 12. പുറപ്പെടുവിച്ച ഭരണാധികാരി ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ്. തിരുവിതാംകൂറിലെ അവസാനത്തെ ഭരണാധികാരിയാണ് ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ്. ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി. പെരിയാറിനെ ചൂർണി എന്ന് വിശേഷിപ്പിച്ചത് ആര്? ചാണക്യൻ. അർത്ഥശാസ്ത്രം രചിച്ചതും ചാണക്യനാണ്. ചാണക്യൻ്റെ മറ്റു രണ്ട് പേരുകളാണ് വിഷ്ണുഗുപ്തൻ, കൗടില്യൻ. ഗംഗാനദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി അംഗീകരിച്ച വർഷം 2008. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത്. കേരളത്തിലെ ആദ്യ ടൂറിസം വില്ലേജ് കുമ്പളങ്ങി. കേരളത്തിൽ ആദ്യ ഇലക്ഷൻ നടന്നത് 1957 ഫെബ്രുവരി 28. കൊല്ലവർഷം ആരംഭിച്ച ഭരണാധികാരി രാജശേഖരവർമ്മൻ. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം സെലനോളജി. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ശ്രീനാരായണ ഗുരു. മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യം രാമചന്ദ്രവിലാസം. എഴുതിയത് അഴകത്ത് പത്മനാഭക്കുറുപ്പ്. കേരള ഹെമിംഗ്വേ എന്നറിയപ്പെടുന്നത് MD വാസുദേവൻ നായർ. ഇന്ത്യയിലെ ആദ്യത്തെ സിനിമ രാജാ ഹരീന്ദ്ര. വർഷം 1913. സംവിധായകൻ ദാദാ സാഹിബ് ഫാൽക്കെ. ഇന്ത്യൻ സിനിമയുടെ പിതാവെന്നറിയപ്പെടുന്നത് ദാദാ സാഹിബ് ഫാൽക്കെ. ജെറ്റ് വിമാനം കടന്നു പോകുന്നതിൻ്റെ ഫലമായി രൂപപ്പെടുന്ന മേഘം കോൺട്രിയൽ മേഘം. ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം 1.3 സെക്കൻഡ്. സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം 500 സെക്കൻഡ്, അതായത് 8 മിനിറ്റും 20 സെക്കൻഡും. ഗാന്ധിജിയുടെ ആത്മകഥ ഗുജറാത്തി ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് മഹാദേവ് ദേശായി. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോഹൻ റോയ്. സതി നിർത്തലാക്കിയ വർഷം 1829. ഇന്ത്യയിൽ സതി സമ്പ്രദായം നിർത്തലാക്കുന്നതിന് മുൻകൈയെടുത്ത സാമൂഹിക പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയ്. സതി നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ വില്യം ബെൻറ്റിക്. ആര്യസമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ്. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് സ്വാമി ദയാനന്ദ സരസ്വതി. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തതും സ്വാമി ദയാനന്ദ സരസ്വതി. ഗീതയിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് സ്വാമി വിവേകാനന്ദൻ. ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി 12. അന്താരാഷ്ട്ര യുവജന ദിനം ഓഗസ്റ്റ് 12. ചട്ടമ്പി സ്വാമികൾക്ക് ഷൺമുഖദാസൻ എന്ന് പേര് നൽകിയത് തൈക്കാട് അയ്യ ഗുരു. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന ഗുരുനാഥൻ കൂടിയാണ് തൈക്കാട് അയ്യ ഗുരു. ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സവാരി പാർക്ക് തെന്മല, കൊല്ലം ജില്ലയിൽ. ആധുനിക പീരിയോഡിക് ടേബിളിൻ്റെ പിതാവ് ഹെൻറി മോസ്ലി. ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് സുരേന്ദ്രനാഥ ബാനർജി. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് വിക്രം താരാഭായ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുഡ്. ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂർ. ഇന്ത്യയുടെ റേഡിയോ സിറ്റി എന്നും ഇന്ത്യയുടെ പൂന്തോട്ട നഗരം എന്നും
അറിയപ്പെടുന്നത് ബാംഗ്ലൂരാണ്. ഇന്ത്യയുടെ ചുവന്ന നദി ബ്രഹ്മപുത്ര. ആസാമിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയും ബ്രഹ്മപുത്രയാണ്. ISROയുടെ കീഴിലുള്ള ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ശ്രീഹരിക്കോട്ട. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ എന്നും അറിയപ്പെടുന്നു. ശ്രീഹരിക്കോട്ട ആന്ധ്രാപ്രദേശിലാണ്. ISROയുടെ കീഴിലുള്ള റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പയാണ്. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. INCയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി GP പിള്ളൈ. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പ്രതിപാദിക്കുന്ന ഏക മലയാളിയും GP പിള്ളയാണ്. ഇന്ത്യയിൽ നൽകുന്ന ഏറ്റവും ഉയർന്ന സിവിലിയർ പുരസ്കാരം ഭാരതരത്ന. ഏർപ്പെടുത്തിയ വർഷം 1954. ഭാരതരത്നം ആദ്യമായി ലഭിച്ചത് 3 പേർക്കാണ്. ഡോക്ടർ S രാധാകൃഷ്ണ, C രാജഗോപാലാചാരി, CV രാമൻ. ഭാരതരത്നം ആദ്യമായി ഏറ്റുവാങ്ങിയത് C രാജഗോപാലാചാരി. ഭാരതരത്നം ലഭിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു 1955. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഗ്രീൻലാൻഡ്. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ സമൂഹം ഇന്തോനേഷ്യ. നോബൽ സമ്മാനം നൽകി തുടങ്ങിയ വർഷം 1901. സമാധാനം, സാഹിത്യം, രസതന്ത്രം, ഭൗതികശാസ്ത്രം, വൈദ്യശാസ്ത്രം എന്നീ വിഷയങ്ങൾക്കായിരുന്നു നോബൽ സമ്മാനം നൽകിയിരുന്നത്. ഇപ്പോൾ 6 വിഷയങ്ങൾക്കാണ് ആറാമതായി കൂട്ടിച്ചേർത്തത് എക്കണോമിക്സ്. ആരുടെ സ്മരണാർത്ഥമാണ് നോബൽ പ്രൈസ് നൽകുന്നത്? ആൽബർട്ട് നൊബേൽ. എക്കണോമിക്സിന് നോബൽ സമ്മാനം നൽകി തുടങ്ങിയ വർഷം 1969. മലാല ദിനമായിട്ട് ആചരിക്കുന്നത് ജൂലൈ 12. കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ജില്ല കണ്ണൂർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ലയും കണ്ണൂരാണ്. കണ്ണൂർ കേരളത്തിൻ്റെ മാഞ്ചസ്റ്റർ എന്നും അറിയപ്പെടുന്നു. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം ആറളം. ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17. രക്തം കട്ട പിടിക്കാത്ത രോഗമാണ് ഹീമോഫീലിയ. ഹീമോഫീലിയ രാജകീയ രോഗം, ക്രിസ്തുമസ് രോഗം എന്നിങ്ങനെയും അറിയപ്പെടുന്നുണ്ട്. യാചനായാത്രയ്ക്ക് നേതൃത്വം നൽകിയത് VT ഭട്ടതിരിപ്പാട്. ദരിദ്ര വിദ്യാർത്ഥികളുടെ പഠന സഹായത്തിനുള്ള ഫണ്ട് പിരിക്കുന്നതിന് വേണ്ടി നടന്ന യാത്രയാണ് യാചനായാത്ര. യാചനായാത്ര ആരംഭിച്ച വർഷം 1931. യാചനായാത്ര നടന്നത് തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ. ദേശീയ ശാസ്ത്ര ദിനമായിട്ട് ആചരിക്കുന്നത് ഫെബ്രുവരി 28. ഇന്ത്യയിൽ കളർ ടെലിവിഷൻ സംപ്രേഷണം ആരംഭിച്ച വർഷം 1982. കേരളത്തിൽ ടെലിവിഷൻ സംപ്രേഷണം ആരംഭിച്ച വർഷം 1982. വൈറ്റമിൻ എയുടെ രാസനാമം റെറ്റിനോൾ. രക്തത്തെക്കുറിച്ചുള്ള പഠനം ഹെമറ്റോളജി. കരളിനെക്കുറിച്ചുള്ള പഠനം ഹെപ്പറ്റോളജി. ഉരഹങ്ങളെക്കുറിച്ചുള്ള പഠനം ഹെർപ്പറ്റോളജി. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ C. വൈറ്റമിൻ എയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം നിശാന്തത. വൈറ്റമിൻ ബിയുടെ അഭാവം മൂലമുണ്ടാകുന്നത് ബെറിബെറി. വൈറ്റമിൻ സിയുടെ അഭാവം മൂലം സ്കർവി. വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം കണരോഗം അല്ലെങ്കിൽ റിക്കറ്റ്സ്. വൈറ്റമിൻ ഇയുടെ അഭാവം മൂലം വന്ധ്യത. വൈറ്റമിൻ കെയുടെ അഭാവം മൂലം ഹീമോഫീലിയ. ലോക വനദിനമായിട്ട് ആചരിക്കുന്നത് മാർച്ച് 21. ലോക ജലദിനം മാർച്ച് 22. ലോക കാലാവസ്ഥാ ദിനം മാർച്ച് 23. ലോക ക്ഷയരോഗ ദിനം മാർച്ച് 24. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് K കേളപ്പൻ. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കേരള പാളിനി എന്നറിയപ്പെടുന്നത് AR രാജരാജവർമ്മ. കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കരപിള്ള. കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ. കേരള ഹെമിംഗ്വേ എന്നറിയപ്പെടുന്നത് MD വാസുദേവൻ നായർ. ഗാന്ധിജിയുടെ സമാധിസ്ഥലം രാജ്ഘട്ട്. ജവഹർലാൽ നെഹ്റുവിൻ്റെ സമാധിസ്ഥലം ശാന്തിവനം. ഇന്ദിരാഗാന്ധിയുടെ സമാധിസ്ഥലം ശക്തിസ്ഥൽ. രാജീവ് ഗാന്ധിയുടെ സമാധിസ്ഥലം വീർഭൂമി. ലാൽ ബഹദൂർ ശാസ്ത്രി വിജയ്ഘട്ട്.
മൊറാർജി ദേശായി അഭയഘട്ട്, BR അംബേദ്കർ ചൈതന്യഭൂമി ചൈത്രഭൂമി, KR നാരായണൻ കർമ്മഭൂമി അല്ലെങ്കിൽ ഉദയഭൂമി. ലോക കുഷ്ഠരോഗ നിർമ്മാർജ്ജന ദിനം ജനുവരി 30. ദേശീയ രക്തസാക്ഷിത്വ ദിനവും ജനുവരി 30 ഗാന്ധിജി മരിച്ചത് 1948 ജനുവരി 30 ബിർള ഹൗസിലേക്കുള്ള യാത്രാമധ്യേ. ഗാന്ധിജിയുടെ മരണം റിപ്പോർട്ട് ചെയ്ത ആദ്യത്തെ പത്രം മദ്രാസ് മെയിൽ. ഇന്ത്യയുടെ ആദ്യത്തെ സായാഹ്ന ദിനപത്രവും മദ്രാസ് മെയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പത്രം ബംഗാൾ ഗസറ്റ് 1780 ജനുവരി 29. ദേശീയ പത്രദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി 29. ബംഗാൾ ഗസറ്റിൻ്റെ സ്ഥാപകൻ ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. പ്രസിദ്ധീകരിച്ച ഭാഷ ഇംഗ്ലീഷ്. മലയാളത്തിലെ ആദ്യത്തെ പത്രം രാജ്യസമാചാരം 1847 ആരംഭിച്ചു. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് നോർമൻ ബോർലോഗ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥൻ. ഹരിത വിപ്ലവം ആരംഭിച്ച ആദ്യ രാജ്യം മെക്സിക്കോ. ഹരിത വിപ്ലവം ആരംഭിച്ച ആദ്യ ഏഷ്യൻ രാജ്യം ഫിലിപ്പീൻസ്. ഹരിത വിപ്ലവം ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബ്. ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം 1911 കൊൽക്കത്ത സമ്മേളനം. അധ്യക്ഷൻ BN ദർ. ജനഗണമന ആലപിക്കാൻ വേണ്ട സമയം 52 സെക്കൻഡാണ്. ജനഗണമന തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന പേര് ഭാരത് വിധാത. ജനഗണമനയ്ക്ക് ഈണം നൽകിയത് രാം സിംഗ് ഠാക്കൂർ. ജനഗണമന ചിട്ടപ്പെടുത്തിയ രാഗം ശങ്കരാഭരണം. കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച പത്രം സ്വദേശാഭിമാനി. വർഷം 1905. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യത്തെ എഡിറ്റർ CP ഗോവിന്ദപിള്ള. രണ്ടാമത്തെ എഡിറ്റർ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. തിരുവിതാംകൂറിൽ നിന്നും നാടുകടത്തപ്പെട്ട ആദ്യ പത്രാധിപൻ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. 1910 സെപ്റ്റംബർ 26 നാടുകടത്തിയത് തിരുനെൽവേലിയിലേക്ക്. നാടുകടത്തിയ ദിവാൻ O രാജഗോപാലാചാരി. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് C രാജഗോപാലാചാരി. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥ എൻ്റെ നാടുകടത്തൽ. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കായിക പുരസ്കാരം രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ്. ആദ്യമായി ലഭിച്ചത് വിശ്വനാഥൻ ആനന്ദ്. ആദ്യമായി ലഭിച്ച വനിത കർണം മല്ലേശ്വരി. ആദ്യമായി ലഭിച്ച മലയാളി KM ബീനാമോൾ. ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 29. കേരളത്തിൽ കായിക ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 13. കായിക കേരളത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് GV രാജ. നാഷണൽ ജുഡീഷ്യൽ അക്കാഡമി സ്ഥിതി ചെയ്യുന്നത് ഭോപ്പാൽ, മധ്യപ്രദേശ്. ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനവും ഇന്ത്യയുടെ കടുവ സംസ്ഥാനം എന്നറിയപ്പെടുന്നതും ഏറ്റവും വലിയ രണ്ടാമത്തെ സംസ്ഥാനവും ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനവും മധ്യപ്രദേശ് തന്നെയാണ്. ഭോപ്പാൽ ദുരന്തം നടന്ന വർഷം 1984 ഡിസംബർ 3. ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായത് യൂണിയൻ കാർബൈഡ് കമ്പനിയിൽ നിന്നും ചോർന്ന വിഷവാതകമായ മീഥേൻ ഐസോസൈനേറ്റ്. സ്വർണത്തിൻ്റെ ശുദ്ധത അളക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് നൈട്രിക് ആസിഡ്. വായുവിൽ പുകയുന്ന ആസിഡും നൈട്രിക് ആസിഡാണ്. തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാനിക് ആസിഡ്. അവർണ സമുദായക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി അയ്യങ്കാളി നയിച്ച സമരം വില്ലുവണ്ടി സമരം. വർഷം 1893. വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ. തിരുവിതാംകൂറിലെ ഉയർന്ന ഉദ്യോഗങ്ങളിൽ തമിഴ് ബ്രാഹ്മണരെ നിയമിക്കുന്നതിൽ പ്രതിഷേധിച്ച് സ്വദേശികൾ ഒപ്പിട്ട ഹർജി മലയാളി മെമ്മോറിയൽ. വർഷം 1891 ജനുവരി 1. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് GP പിള്ളെ, KP ശങ്കരമേനോൻ, CV രാമൻ പിള്ള, ഡോക്ടർ പൽപ്പു. മലയാളി മെമ്മോറിയലിൻ്റെ മുദ്രാവാക്യം തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക്.
മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ശ്രീ മൂലം തിരുനാളിന്. മലയാളി മെമ്മോറിയൽ ഒപ്പിട്ടവരുടെ എണ്ണം 10,028. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്